AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ടുവാർഡ്സ് എ 100-fold yield വിളയിക്കാം 100 മേനി എന്ന പാഠഭാഗത്തിൻ്റെ 5ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബഡ്ഡിംഗ് ആണ് നോക്കിയത്. അതെല്ലാവരും പഠിച്ചോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 2 ചില്ലി പ്ലാന്റിൻ്റെ ചിത്രമാണ്, 2 മുളക് ചെടിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. വെറൈറ്റി 1ഉം വെറൈറ്റി 2ഉം. ഈ 2 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? ഫസ്റ്റ് വെറൈറ്റി 1ൻ്റെ പ്രത്യേകത എന്താണ്? വലിയ കായാണ് അല്ലേ, വലിയ ചില്ലിയാണ്, എന്നാൽ അധികം കായ് ബലമില്ല അല്ലേ. ലാർജ് സൈസിലെ ഫ്രൂട്ടാണ്, എന്നാൽ ലോ ഈൽഡാണ് അല്ലേ. വെറൈറ്റി 2ൻ്റെ പ്രത്യേകത എന്താ? കുറേ കായ് ബലം ഉണ്ടല്ലേ, പക്ഷേ ചെറിയ ഫ്രൂട്ടാണ്. സ്മോൾ സൈസ്ഡ് പ്ലാന്റ് ആണ്, എന്നാൽ ഹൈ ഈൽഡാണ് അല്ലേ. സ്മോൾ സൈസ്ഡ് ഫ്രൂട്ടാണ്, നല്ല ഹൈ ഈൽഡുമാണ് അല്ലേ. അപ്പോൾ ഇവ നമുക്ക് നല്ല സൈസിലുള്ള കുറേ ചില്ലി തരുന്ന ഒരു പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഈ 2 വെറൈറ്റികൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? എന്നിട്ട് നമുക്ക് ഇതുപോലെയൊരു ചില്ലി പ്ലാന്റ് ആണ് വേണ്ടതെങ്കിലോ, ഇതുപോലെ കുറേ കായ്ഫലമുള്ള നല്ല ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ചില്ലിയുള്ള ഒരു ചില്ലി പ്ലാന്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദ പ്ലാന്റ് വിൽ ഹാവ് മെനി ലാർജ് ഫ്രൂട്ട്. ഈ 2 വെറൈറ്റികളും യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? അതിനുള്ളൊരു മെത്തേഡാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണെന്ത്? ഹൈബ്രിഡൈസേഷൻ. ഈ ഹൈബ്രിഡൈസേഷനിൽ വിത്തുകളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, സീഡ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആ സീഡ് അതായത് ഈ 2 ചെടികളുടെയും വെറൈറ്റികൾ നമ്മൾ യോജിപ്പിച്ചിട്ടുള്ള ഒരു സീഡാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ? നമുക്ക് നോക്കാം. Hybridization is the method of production of seeds by artificially pollinating 2 plants which have different qualities and belongs to the same species. എന്താ അതിൽ പറയുന്നത്? അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണമുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസങ്കരണം എന്ന് പറയുന്നത്. എന്താണ്? അതായത് ചില്ലി പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ, അതായത് ചില്ലി പ്ലാന്റ് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് എടുക്കേണ്ടത്. അപ്പോൾ ചില്ലി പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ 2 ചില്ലി പ്ലാന്റ് തന്നെ എടുക്കുക. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ എടുക്കാം. വ്യത്യസ്ത ഗുണമുള്ളതുമായ 2 ചെടികൾ. വ്യത്യസ്ത ഗുണമുള്ളതുമായി എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം നമ്മൾ ആ മുന്നത്തെ ചിത്രത്തിൽ എന്താ കണ്ടേ? ഒരെണ്ണത്തിൽ നല്ല വലിയ ഫ്രൂട്ടാണ്, മറ്റേതിൻ്റെ പ്രത്യേകത എന്താ? അതിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ 2 ഗുണങ്ങളും ചേർത്തിട്ട് അത് തമ്മിൽ നടത്തിയിട്ട് കൃത്രിമ പരാഗണം, അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് ഈ 2ൻ്റെയും ഗുണങ്ങൾ ചേർത്ത് എന്തുണ്ടാക്കുന്നു? പുതിയ വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ആണ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈ എങ്ങനെ? ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ്, എങ്ങനെ? കൃത്രിമ പരാഗണം നടത്തുക. ഏത് തമ്മിൽ? ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് 2 plants, 2 പ്ലാന്റുകൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തുന്നു. എങ്ങനെ? വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. അതായത് വ്യത്യസ്ത ഗുണമുള്ളതും ഒരേ വർഗത്തിൽപ്പെട്ടതും, സെയിം സ്പീഷീസ്, ഒരേ വർഗത്തിൽപ്പെട്ടതുമായ 2 ചെടികൾ തമ്മിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് സീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വർഗസങ്കരണം.
ഒന്നും കൂടി പറയാം, ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണമുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഓക്കെ, ഈ ഹൈബ്രിഡൈസേഷൻ വഴിയായിട്ട് നമുക്ക് വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഈ ഹൈബ്രിഡൈസേഷൻ വഴിയായിട്ട് ഗുണമേന്മയുള്ളതും ഗുണനിലവാരം കുറഞ്ഞ വിത്തുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. കുറേ തരം വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി വിത്തുകളാണ്, സീഡ്സാണ് നമ്മളതിലെടുക്കുക. അതിന് പറയുന്നത് എന്താണ്? ആ സീഡ്സിന് പറയുന്ന പേരാണ് എന്ത്? ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചെടികളുടെയും ഗുണങ്ങളുള്ള വിത്തുകളുണ്ടാവും, ദോഷങ്ങളുള്ള വിത്തുകളുണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെയും സമ്മിശ്ര ഗുണങ്ങളുള്ള വിത്തുകളുണ്ടാവും. അതിൽ ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള, ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, കളക്ട് ചെയ്യുക. അതാണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഹൈബ്രിഡൈസേഷനിൽ പോളിനേഷൻ വഴിയായിട്ടാണ് എന്തുണ്ടാക്കുന്നത്, വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ രണ്ട് തരം പോളിനേഷൻസ് ഉണ്ട്. സെൽഫ് പോളിനേഷനും ഉണ്ട്, ക്രോസ് പോളിനേഷനും ഉണ്ട്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയിലെ രണ്ട് പൂക്കളോ അല്ലെങ്കിൽ ആ ചെടിയിൽ തന്നെ ഒറ്റ പൂവ് തമ്മിൽ പരാഗണം നടത്തുന്നതിനാണ് പറയുന്നത്? സെൽഫ് പോളിനേഷൻ. ഒറ്റ ചെടിയിലെ രണ്ട് പൂക്കൾ തമ്മിൽ അല്ലെങ്കിൽ ആ ഒറ്റ ചെടിയിൽ ഒരു പൂവിൽ പോളിനേഷൻ നടത്തുന്ന ആ ഒരു മെത്തേഡാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ക്രോസ് പോളിനേഷൻ വരുന്നുണ്ട്. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചെടികളിലെ പൂക്കൾ തമ്മിൽ പരാഗണം നടത്തുന്നതിനെയാണ് അല്ലെങ്കിൽ പോളിനേഷൻ നടത്തുന്നതിനെയാണ് പറയുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയിലെ രണ്ട് പൂക്കൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു പൂവിലോ പോളിനേഷൻ നടക്കുന്നതിനാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചെടികളിലെ പൂക്കൾ തമ്മിൽ പോളിനേഷൻ നടത്തുന്നതിനെയാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ സെൽഫ് പോളിനേഷനിലും അതുപോലെ തന്നെ ക്രോസ് പോളിനേഷനിലും ഏത് മെത്തേഡാണ് നല്ല രണ്ട് പ്ലാന്റിൻ്റെയും കൂടിയിട്ട് ക്വാളിറ്റീസ് കിട്ടുന്ന ഒരു പോളിനേഷൻ മെത്തേഡ് ഏതാണ്? ഈസ് ഇറ്റ് ഇൻ ദ സെൽഫ് പോളിനേഷൻ ഓർ ക്രോസ് പോളിനേഷൻ ദാറ്റ് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പ്ലാന്റ്സ് ആർ കമ്പൈൻഡ്? വൈ? അതായത് സ്വപരാഗണത്തിലാണ്. സ്വപരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ, പരപരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് പോളിനേഷൻ. അപ്പോൾ സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് പോളിനേഷനിലാണോ സെൽഫ് പോളിനേഷനിലാണോ ഈ രണ്ട് സസ്യങ്ങളുടെയും, അപ്പോൾ നമ്മൾ കണ്ടില്ലേ രണ്ട് വെറൈറ്റീസ് കണ്ടില്ലേ, ആ രണ്ട് വെറൈറ്റീസിൻ്റെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത് സെൽഫ് പോളിനേഷനിലാണോ അതോ ക്രോസ് പോളിനേഷനിലാണോ? എന്തുകൊണ്ടാണ്? ഏത് പോളിനേഷനാണ്? നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തുകൊണ്ടാണ്. ഏത് പോളിനേഷനാണ്? ക്രോസ് പോളിനേഷനാണ് അല്ലേ. രണ്ട് വെറൈറ്റി, രണ്ട് ചെടികളാണ് അല്ലേ, രണ്ട് ചില്ലി പ്ലാന്റ് രണ്ട് തരമാണ്, രണ്ട് ഗുണങ്ങളുള്ള രണ്ട് ചെടികളാണ്. അപ്പോൾ ക്രോസ് പോളിനേഷനാണ് അവിടെ, അതാണ് ഏറ്റവും നല്ലത്. രണ്ടിൻ്റെയും ക്വാളിറ്റീസ് കിട്ടണമെങ്കിൽ രണ്ട് ക്രോസ് പോളിനേഷനല്ലേ എടുക്കുന്നത്. ഒരു സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ചെടിയിൽ നടക്കുന്നതാണ്. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചെടികളിൽ. അപ്പോൾ രണ്ട് ചെടികളിലെ ക്വാളിറ്റീസ് തമ്മിൽ ഇറക്കുന്നത് ഏതാണ്? ക്രോസ് പോളിനേഷനാണ്. ഇൻ സെൽഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ എ സിംഗിൾ ഫ്ലവർ ഓർ ബിറ്റ്വീൻ ദ ടു ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. ഒരു ചെടിയിലെ രണ്ട് ഫ്ലവർ തമ്മിൽ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ നടക്കുന്നതാണ് സെൽഫ് പോളിനേഷൻ. സോ ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് പ്ലാന്റ് ഡു നോട്ട് കമ്പൈൻ. അവിടെ രണ്ട് പ്ലാന്റിൻ്റെ ക്വാളിറ്റീസ് അവിടെ കമ്പൈൻ ചെയ്യില്ല. ഇൻ ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ഫ്ലവേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ക്രോസ് പോളിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. സോ ദെർഫോർ ദ സീഡ്സ് ഫോംഡ് ബൈ ദ ക്രോസ് പോളിനേഷൻ ഹാവിങ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് പ്ലാന്റ്സ്. അപ്പോൾ ക്രോസ് പോളിനേഷൻ വഴിയായിട്ടാണ് നമുക്ക് രണ്ട് പ്ലാന്റിൻ്റെയും ക്വാളിറ്റീസുള്ള ഗുണങ്ങൾ കൂടി ചേർന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പരപരാഗണം വഴി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ വഴി ഉണ്ടാകുന്ന വിത്തിൽ നിന്നാണ് രണ്ട് ചെടികളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന വിത്തിലാണ് രണ്ട് ചെടികളുടെയും ഗുണങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്രോസ് പോളിനേഷനാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ക്രോസ് പോളിനേഷനിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് ചെടികൾ തമ്മിൽ പോളിനേഷൻ ചെയ്യണം. അതിനിപ്പോൾ പോളിനേഷൻ നടത്തുന്നത് ആരാണ്?
പ്രാണികളാണ് പരാഗണം നടത്തുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രാണികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെടികളിൽ തന്നെ പരാഗണം നടത്തുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അങ്ങനെ പരാഗണം നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ കൃത്രിമമായി പരപരാഗണം നടത്താൻ കഴിയുമോ? കൃത്രിമമായിട്ട് എന്താ പറയുക, ക്രോസ് പോളിനേഷൻ നടത്താൻ പറ്റുമോ? കൃത്രിമമായിട്ട് നമുക്ക് ക്രോസ് പോളിനേഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ്, അതിനെയാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ റിമൂവ് സ്റ്റേമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. എന്താ അതിൽ പറയുന്നത്? സ്വപരാഗണം തടയുന്നതിന്, അതായത് സെൽഫ് പോളിനേഷൻ തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ കണ്ടില്ലേ, ചിത്രത്തിൽ കണ്ടില്ലേ, പൂവിലത്തെ കേസരങ്ങൾ മുറിച്ച് മാറ്റുക. സെൽഫ് പോളിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമ പരാഗണം നടത്തേണ്ട, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ച് മാറ്റുക. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ടതിൻ്റെ പൂവിലത്തെ സ്റ്റേമൻസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. ടു പ്രിവെൻറ്റ് എന്തിന്? സെൽഫ് പോളിനേഷൻ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ റിമൂവ് സ്റ്റേമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ദ ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെൻറ്റ് ദ പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫോളിങ് ഓൺ ഇറ്റ്. എന്താ അതുപോലെ പറയുന്നത്? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ആ പൂവിൽ മറ്റ് പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കളെ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുക. ഇപ്പം നമ്മൾ ആ സ്വപരാഗണം സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്ത് ചെയ്തു? ആ പൂവിലത്തെ കേസരങ്ങളൊക്കെ മുറിച്ചു മാറ്റി. അപ്പോൾ ഇനി സെൽഫ് പോളിനേഷൻ നടക്കില്ല, പിന്നെ നമ്മളത് പൊതിഞ്ഞു കെട്ടി വയ്ക്കുക. ബാക്കിയുള്ള പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കളെ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുക. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, the flower is wrapped well to prevent the pollen grains from other flowers falling on it. Okay, in third step, pollen grains from flowers on a plant belonging to the same species but having different qualities are collected using a brush. എന്താ അതിൽ പറയുന്നത്? ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുക. എന്താ പറയുന്നത്? പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് എ പ്ലാന്റ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ് ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആർ കളക്റ്റഡ് യൂസിങ് എ ബ്രഷ്. അതായത് ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ എന്ത് ചെയ്യുക? ബ്രഷിൽ ശേഖരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? pollen grains thus collected are deposited on the stigma of the flower which is to be pollinated artificially. എന്താ അതിൽ പറയുന്നത്? ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുക. അതായത് പരാഗണ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മയാണ്. പൂവിലെ സ്റ്റിഗ്മ എന്ന് പറഞ്ഞ സ്ഥലമാണ്, കണ്ടില്ലേ, ചിത്രത്തിൽ കണ്ടില്ലേ, അവിടെ പതിപ്പിക്കുക. അതായത് ബ്രഷ് കൊണ്ട് അവിടെ വെച്ച് കൊടുക്കുക. ശേഖരിച്ച പരാഗരേണുക്കൾ, കളക്ട് ചെയ്തിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻസ് ആ പൂവിലെ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കേണ്ട പൂവിലെ സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ആർട്ടിഫിഷ്യലി ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് the flower is wrapped again to prevent pollination from the other flowers. അതായത് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായിട്ട് ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുക. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്റ്റേമൻസ്, ഫ്ലവേഴ്സിൽ നിന്ന് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട ഫ്ലവറിലത്തെ സ്റ്റേമൻസ് ഒക്കെ റിമൂവ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ പൂവിനെ റാപ്പ് ചെയ്തു. മറ്റ് പൂക്കളിൽ നിന്നുള്ള പൊള്ളൻ ഗ്രെയിൻസ് അതിലേക്ക് ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി, അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലവർ റാപ്പ് ചെയ്തു. പിന്നെന്താ ചെയ്തത്? അതായത് ഒരേ ഇനത്തിൽപ്പെട്ട ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉള്ള ചെടിയിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ്
ബ്രഷിൽ ശേഖരിച്ചു. എന്നിട്ട് ആ ശേഖരിച്ച പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്തു, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുന്ന ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ വീണ്ടും ആ ഫ്ലവർ എന്ത് ചെയ്തു, റാപ്പ് ചെയ്തു. എന്തിന്? ടു പ്രിവെൻറ്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. അത് വേറെ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ആ ഫ്ലവർ റാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റെപ്സ് കണ്ടു, അതായത് കൃത്രിമ പരാഗണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. വെൻ ഷുഡ് ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ്? പുട്ട് എ ടിക്ക് മാർക്ക്. അതായത് എപ്പോഴാണ് കൃത്രിമ പരാഗണം നടത്തേണ്ടത്? എപ്പോഴാണ് കൃത്രിമ പരാഗണം നടത്തേണ്ടത്? ഫസ്റ്റ് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, വെൻ ദ ഫ്ലവർ ബിഗിൻസ് ടു വിതർ. എന്താ അതിൽ പറയുന്നത്? എപ്പോഴാണ് കൃത്രിമ പരാഗണം നടത്തേണ്ടത്? 3 ഓപ്ഷൻസ് എന്താണ്? പൂവ് വിരിഞ്ഞ ഉടൻ, പൂവ് നന്നായി വിരിഞ്ഞ ശേഷം, പൂവ് വാടാൻ തുടങ്ങുമ്പോൾ. എപ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ടത്? എപ്പോഴാണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, അതായത് പൂവ് വിരിഞ്ഞ ഉടനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഥവാ കൃത്രിമ പരാഗണം നടത്തേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ബാക്കിയുള്ള ഫ്ലവേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അതേ പൂവിൽ നിന്ന് തന്നെ എന്തുണ്ടാക്കാം? പരാഗണം നടക്കാം. സ്വപരാഗണം നടക്കാം, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷനോ ക്രോസ് പോളിനേഷനോ ഒക്കെ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂവ് വിരിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, പൂ വിരിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൃത്രിമ പരാഗണം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ നടത്തണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഹൈബ്രിഡ് സീഡ്സ് പരിചയപ്പെടാം. ചില്ലി എന്ന പ്ലാന്റിലത്തെ ഹൈബ്രിഡ് സീഡ്സാണ് ഉജ്വല, ജ്വാലമുഖി എന്ന് പറയുന്നത്. പയറിലത്തെ എന്താ? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പാഡി, നെല്ലിലെ എന്താ? പവിത്ര, അന്നപൂർണ. അതുപോലെ കോക്കനട്ട്, തെങ്ങിലെ എന്താ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. അങ്ങനെ 3, അങ്ങനെ കോക്കനട്ടിൽ 2 ചന്ദ്രലക്ഷ ആൻഡ് ചന്ദ്രശങ്കര. ലേഡീസ് ഫിംഗർ, വെണ്ടക്കയിൽ എന്താണ്? സൽകീർത്തിയും കിരണും. അപ്പോൾ അങ്ങനത്തെ അതാണ് ഹൈബ്രിഡ് സീഡ്സിൻ്റെ കുറച്ച് വെറൈറ്റീസും ഉദാഹരണങ്ങൾ. ചില്ലിയിലുള്ളതും പയറിലെയും നെല്ലിലെയും തെങ്ങിലെയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക, അതുപോലെ തന്നെ മുളകിലത്തെ ഒക്കെ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ്. ഓക്കെ, എന്താണ് ഈ ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ ക്വാളിറ്റി സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ ഹൈബ്രിഡൈസേഷൻ ആർ കോൾഡ് ഹൈബ്രിഡ് സീഡ്സ്. സുപ്പീരിയർ ക്വാളിറ്റി സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ ഹൈബ്രിഡൈസേഷൻ ആർ കോൾഡ് ഹൈബ്രിഡ് സീഡ്സ്. അതായത് സങ്കര ഇനം വിത്തുകൾ. എന്താണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വർഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള വിത്തുകളാണ് എന്ത്? സങ്കര ഇനം വിത്തുകൾ അഥവാ ഹൈബ്രിഡ് സീഡ്സ്. വർഗസങ്കരണം അതായത് ഹൈബ്രിഡൈസേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സാണ് എന്ത്? ഹൈബ്രിഡ് സീഡ്സ് അഥവാ സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു മുളകിലേതാ? ഉജ്വല, ജ്വാലമുഖി, അനുഗ്രഹ വരും. അതുപോലെ തന്നെ പയറിലേതാ? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലിൽ പവിത്ര, അന്നപൂർണ. തെങ്ങിലേതാ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയിൽ സൽകീർത്തി, കിരൺ. അങ്ങനെ ആണ് എന്ത്? ഹൈബ്രിഡ് സീഡ്സിനുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ കുറച്ച് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII, കോട്ടയത്ത്. അതുപോലെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്, CPCRI. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, IISR, കോഴിക്കോട്. അങ്ങനെ 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കോട്ടെ. അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. ഓക്കെ, ഇനി കുറച്ച് ലോക്കൽ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലോക്കൽ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്.
അത് ഏതൊക്കെയാണ്? ലോക്കൽ റിസർച്ച് സെൻറ്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അമ്പലവയൽ, പട്ടാമ്പി, ആനക്കയം, പീലിക്കോട്, അതുപോലെ തന്നെ കുമരകം, കായംകുളം, പന്നിയൂര്, പാമ്പാടും, കണ്ണാറ, മാങ്കൊമ്പ്, വൈറ്റില, തിരുവല്ല, വെള്ളായണി, കരമന, ബാലരാമപുരം, സദാനന്ദപുരം ഇതൊക്കെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ, ലോക്കൽ റിസർച്ച് സെൻറ്റേഴ്സ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലോക്കൽ റിസർച്ച് സെൻറ്റേഴ്സാണ് ഇതൊക്കെ. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുറച്ച് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ഹൈബ്രിഡ് സീഡ്സ് ഹാവിങ് ക്വിക്ക് ആൻഡ് ഹൈ ഈൽഡ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. അതായത് മികച്ച ഉൽപ്പാദനം, ചുരുങ്ങിയ കാലം കൊണ്ട് വിളവ്, ഉയർന്ന രോഗപ്രതിരോധ ശേഷി എന്നിവയുള്ള സങ്കര ഇനം വിത്തുകൾ ഹൈബ്രിഡ് സീഡ്സ് അവർ തയ്യാറാക്കുന്നുണ്ട്. ബെറ്റർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആർ പ്രൊഡ്യൂസിങ് ത്രൂ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എക്സെട്ര. അതായത് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നിവ വഴി മികച്ച നടീൽ വസ്തുക്കൾ അവർ ഉൽപ്പാദിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസിങ് ബയോ ഫെർട്ടിലൈസേഴ്സ്, ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ റിസർച്ചസ് ആർ കണ്ടക്റ്റഡ് അബൌട്ട് പ്ലാന്റ് ഡിസീസസ് ആൻഡ് ദ റെമഡീസ്. അതായത് സസ്യരോഗങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവയർനെസ് അബൌട്ട് ദ സയൻറ്റിഫിക് വേസ് ഓഫ് ഫാമിങ്, നൂതന കൃഷി രീതികൾ കർഷകർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ, സർവീസസ് പ്രൊവൈഡഡ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സീഡ് ആൻഡ് ഈൽഡ്. ഇപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ ഒരു കോൺവെർസേഷൻ ഒന്ന് നോക്കുക. എന്താ അതിൽ പറയുന്നത് അവർ? This variety is Salkirti. See, the plant is full of fruits. Do you see that? അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണ്? I had also planted Salkirti, but the yield is low. അപ്പോൾ അവരുടെ സംഭാഷണത്തിൽ നിന്ന് എന്താ മനസ്സിലായത്? അതായത് രണ്ടുപേരും സൽകീർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെണ്ടയ്ക്ക, ആ ഇനത്തിൽപ്പെട്ട വെണ്ടയ്ക്ക അവർ നട്ടു. പെൺകുട്ടി നട്ടിട്ടുള്ള വെണ്ടയ്ക്കയിൽ നിറയെ കായുണ്ട്. എന്നാൽ ആ ആൺകുട്ടി നട്ടിട്ടുള്ള സൽകീർത്തി, അതായത് ആ ഒരു വെണ്ടയ്ക്കയിൽ ആകെ കൂടിയിട്ട് രണ്ട് വെണ്ടയ്ക്കയാണെന്നുള്ളത്. അതായത് വിളവ് വളരെ കുറവാണ്. രണ്ടുപേരും ഒരേ ഇനത്തിൽപ്പെട്ട വെണ്ടയാണ്, സൽകീർത്തി എന്ന് പറഞ്ഞിട്ടുള്ള വെണ്ടയാണ് കൃഷി ചെയ്തത്. പക്ഷേ ഒരാൾക്ക് നല്ല ഈൽഡ്, ഹൈ ഈൽഡ് കിട്ടി. പക്ഷെ മറ്റേ ആൾക്ക് എന്താ, ലോ ഈൽഡാണ്, വിളവൊന്നും കിട്ടിയില്ല, അധികം വിളവൊന്നും കിട്ടിയില്ല. എന്തായിരിക്കും കാരണം? രണ്ടുപേരും ഒരേ തരത്തിലുള്ള ഹൈബ്രിഡ് സീഡ്സ് ആണ് അവർ നട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലത്തെ ഗുണങ്ങളുള്ളത് കിട്ടണ്ടേ? പക്ഷേ രണ്ടുപേർക്കും അങ്ങനെയല്ലോ കിട്ടിയത്. എന്തായിരിക്കും കാരണം? അപ്പോൾ മികച്ച വിളവ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മികച്ച നല്ല ഹൈ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് വെറുതെ വാങ്ങിച്ച് നട്ടാൽ മതിയോ? പോരാ. അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വാട്ട് അതർ തിങ്സ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ ബെറ്റർ ഈൽഡ്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അതായത് നല്ല മികച്ച വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് വിത്തിൻ്റെ ഗുണമേന്മയ്ക്ക് പുറമേ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫെർട്ടൈൽ സോയില്, വളക്കൂറുള്ള മണ്ണ്, സ്യൂട്ടബിൾ പ്ലേസ്, നല്ല സ്ഥലം, ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥ, ക്വാളിറ്റി സീഡ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, പെസ്റ്റ് കൺട്രോൾ, പ്രോപ്പർ വാട്ടറിങ്, പ്രോപ്പർ മാനുവറിങ്, വീഡ് കൺട്രോൾ, അതായത് കളകളെ നശിപ്പിക്കുക, കീടനിയന്ത്രണം, ജലസേചനം, ശരിയായ വളപ്രയോഗം, ഇതൊക്കെയാണ് കളകളുടെ നിയന്ത്രണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ഹൈ ഈൽഡുള്ള നല്ല, അല്ലെങ്കിൽ ബെറ്റർ ഈൽഡുള്ള നല്ല നല്ല കായ്കൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ, ബെറ്റർ ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. വാട്ട് ആർ ദ തിങ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ബെറ്റർ ഈൽഡ്? ഏതൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, സ്യൂട്ടബിൾ പ്ലേസ്, ഫേവറബിൾ ക്ലൈമറ്റ്, ക്വാളിറ്റി സീഡ്സ്, പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, പെസ്റ്റ് കൺട്രോൾ, പ്രോപ്പർ വാട്ടറിങ്, പ്രോപ്പർ മാനുവറിങ്, വീഡ് കൺട്രോൾ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ പരിചയപ്പെടാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾ. നമ്മൾ ജൈവവളങ്ങൾ ഉപയോഗിച്ച് ജൈവ കൃഷി ചെയ്യുക, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അതുപോലെ രാസവളങ്ങളെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ജൈവവളങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിചിതമായിട്ടുള്ള ജൈവവളങ്ങൾ ഏതൊക്കെ? കൗഡങ്ങുണ്ട്, ചാണകം, വാട്ടർ ഡ്രോപ്പിങ്സ് ഉണ്ട്, ഗ്രീൻ മാനുവർ, കമ്പോസ്റ്റ്, എർത്ത് വേം കമ്പോസ്റ്റ്, ഫിഷ് മീല്, ബോൺ മീല്, ഇതൊക്കെ എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇതൊക്കെയാണ് ചാണകം, ആട്ടിൻകാട്ടം, കോഴിക്കാട്ടം, അതുപോലെ തന്നെ പച്ചില വളം, കമ്പോസ്റ്റ് വളം, മണ്ണിര കമ്പോസ്റ്റ്, മീൻ വളം, എല്ലുപൊടി, ഇതൊക്കെ എന്താണ് ജൈവ വളങ്ങളാണ്. ഇനി കുറച്ച് രാസവളങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? യൂറിയ, NPK മാനുവർ, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, ഇതൊക്കെ എന്താണ് കുറച്ച് രാസവളങ്ങളാണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ്. അപ്പോൾ ഈ ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും കുറച്ച് ഗുണദോഷങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്റർ റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, നോട്ട് ഹാംഫുൾ ടു സോയിൽ, കനോട്ട് ബി സപ്ലൈഡ് ആസ് സിംഗിൾ കമ്പോണൻറ്റ്. അതായത് ജൈവവളങ്ങളുടെ കുറച്ച് ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ, കൂടുതൽ അളവിൽ വേണ്ടി വരും. നമ്മൾ കുറേ ഇട്ടാൽ തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് നല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. മണ്ണിന് ദോഷകരമല്ല, അപ്പോൾ മണ്ണിന് നല്ലതാണ്. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഓക്കെ, അടുത്തത് ഇനി രാസവളങ്ങൾ, അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. പ്രൊഡ്യൂസ്ഡ് ഫ്രം chemicals industrially, required in lesser quantity, excess use of destroys soil structure, components can be supplied as per requirement. എന്താണ് പറയുന്നത്? രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതാണ് രാസവളങ്ങൾ. കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി അല്ലേ? അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നമുക്ക് നൽകാം. ഇതൊക്കെയാണ് രാസവളങ്ങൾ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വിച്ച് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ രാസവളങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതാണോ, ഏതാണ് കൂടുതൽ ബെറ്റർ? ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാൻ നല്ലത്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനും അതിൻ്റേതായ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദെയർ ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. Farmers of our state follow a mixed method of applying more of organic fertilizers and lesser quantity of chemical fertilizers. Farmers also use microbial fertilizers for better yield. അതായത് ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന ഒരു സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകരൊക്കെ പിന്തുടരുന്നത്. അപ്പോൾ വിളവ് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അവരെന്ത് ചെയ്യും? ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കാറുണ്ട്. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സും ഒരു ബെറ്റർ ഈൽഡിന് വേണ്ടിയിട്ട് ഫാർമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കിനി പെസ്റ്റ് കൺട്രോൾ അഥവാ കീടനിയന്ത്രണം എന്താണെന്ന് നോക്കാം. അതായത് പെസ്റ്റ് കൺട്രോൾ, അതായത് കീടനിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്? പെസ്റ്റ്, ഈ വിളകളെ നശിപ്പിക്കുന്ന ജീവികളെ നശിപ്പിക്കുന്ന ഒരു ഇതാണ്. അത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള പെസ്റ്റ് കൺട്രോളാണുള്ളത്. ഏതൊക്കെയാണ്? ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്, പിന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ട്. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണം, മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ യാന്ത്രിക നിയന്ത്രണം, അതുപോലെ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീടനാശിനികൾ. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളകളെ നശിപ്പിക്കുന്ന കുറച്ച് ജീവികളുണ്ട്. ആ ജീവികളെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളുണ്ട്. അതായത് ഓന്ത്, അരണ, അതുപോലെ തന്നെ ട്രൈക്കോഗ്രാമ, ലേഡി ബഗ് തുടങ്ങിയ ജീവികളൊക്കെ ഈ വിളകളെ നശിപ്പിക്കുന്ന ജീവികളെ കഴിക്കുന്നവയാണ്. അപ്പം ഇത്തരം ജീവികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവയൊന്നും നമ്മൾ കൊല്ലാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയന്ത്രണം, കീടനിയന്ത്രണമാണ് എന്ത്? ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് എന്ത്? ബയോളജിക്കൽ ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് യാന്ത്രിക നിയന്ത്രണം, അതായത് മെക്കാനിക്കൽ കൺട്രോൾ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ കൺട്രോൾ മെത്തേഡ് used to destroy pest by hand picking or by using traps. Fruit trap, basil trap, porridge trap, water trap, pheromone trap, etc. are used for trapping the insects.
അതായത് യാന്ത്രിക നിയന്ത്രണത്തിൽ എന്താ പറയുന്നത്, പെറുക്കി മാറ്റുകയോ അല്ലെങ്കിൽ കെണികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് എന്ത് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. മഞ്ഞൾ കെണി, പഴക്കെണി, തുളസിക്കെണി, കഞ്ഞിവെള്ളക്കെണി, ഫെറമോൺ കെണി എന്നിവയൊക്കെ കീടങ്ങളെ പിടികൂടാൻ ഉപയോഗിക്കുന്ന കെണികൾക്ക് ഉദാഹരണമാണ്. യാന്ത്രികമായി നിയന്ത്രിക്കുക, നമ്മുടെ കൈകൾ കൊണ്ട് പെറുക്കി മാറ്റിയോ അല്ലെങ്കിൽ കെണികൾ ഉപയോഗിച്ചൊക്കെ കീടങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പെസ്റ്റിസൈഡ്സ്, അതായത് കീടനാശിനികൾ. ബൈ യൂസിങ് ബയോ പെസ്റ്റിസൈഡ്സ് ഓർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ക്യാൻ കിൽ ദ ഇൻസെക്ട്സ്. അതായത് ജൈവ കീടനാശിനികളോ രാസ കീടനാശിനികളോ ഒക്കെ ഉപയോഗിച്ചിട്ട് കീടങ്ങളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കീടനാശിനികൾ ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി പെസ്റ്റിസൈഡ്സിൽ കീടനാശിനികളിൽ കുറച്ച് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് കെമിക്കൽ പെസ്റ്റിസൈഡ്സും ബയോ പെസ്റ്റിസൈഡ്സിനും നമുക്ക് പരിചയപ്പെടാം. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണ്? DDT, എൻഡോസൾഫാൻ, മലാത്തിയോൺ, കാർബോഫുറാൻ, ഇതൊക്കെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ്. പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന കീടനാശിനികളാണ്, രാസ കീടനാശിനികൾ. ഈ ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ജൈവ കീടനാശിനികളാണ് ഇതൊക്കെ. ടൊബാക്കോ ഡിക്കോക്ഷൻ, കൗ യൂറിൻ, കാന്താരി മിക്സർ, നീം ഓയിൽ എമൽഷൻ, ഗാർലിക് കാന്താരി മിക്സർ, ഇതൊക്കെ എന്താണ്? ബയോ പെസ്റ്റിസൈഡ്സ് ആണ്. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബയോളജിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, ജൈവ കീടനാശിനികൾ. അതിൽ ഈ ടൊബാക്കോ ഡിക്കോക്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ചോപ്പ് 100 gram of tobacco and soak it in 1.5 liters of water for a day. Squeeze it and filter it. Dissolve 10 gram of washing soap in it. Tobacco decoction is ready now. Dilute it by adding twice the quantity of water and spray on plants. ടൊബാക്കോ ഡിക്കോക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? 100 gram പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് അത് പിഴിഞ്ഞരിച്ചെടുക്കുക. എന്നിട്ട് അതിൽ 10 gram ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം റെഡിയായി. അപ്പോൾ ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ചെടികളിൽ തളിക്കാം. അപ്പോൾ കുറേ പെസ്റ്റിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ടൊബാക്കോ ഡിക്കോക്ഷൻ അതൊരു ബയോ പെസ്റ്റിസൈഡാണ്. ഓക്കെ, ഇനി ഹൗ ടു ഡിസ്ട്രോയ് വീഡ്സ്. എങ്ങനെയാണ് കളകളെ നമുക്ക് നശിപ്പിക്കുക? എങ്ങനെയൊക്കെയാണ് നമുക്ക് കളകളെ നശിപ്പിക്കാൻ പറ്റുക? ബൈ അപ്ലൈയിങ് വീഡിസൈഡ്സ്, അതായത് കളനാശിനി പ്രയോഗിക്ക് കളകളെ നശിപ്പിക്കാം. പിക്കിംഗ് വീഡ്സ് ബൈ ഹാൻഡ്, അതായത് പറിച്ചു മാറ്റിയിട്ട് നമുക്ക് കളകളെ നശിപ്പിക്കാം. ബൈ ചോപ്പ് ആൻഡ് ഡ്രോപ്പ് വീഡ്സ്, അതായത് വെട്ടി മാറ്റിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? കളകളെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഹൗ ടു ഡിസ്ട്രോയ് വീഡ്സ് ബൈ അപ്ലൈയിങ് വീഡിസൈഡ്സ്, picking weeds by hand, by chop and drop weeds. ഓക്കെ, ഇനി കുറച്ച് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് നമുക്ക് പരിചയപ്പെടാം. അഗ്രികൾച്ചർ സെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കാർഷിക സംരംഭങ്ങൾ, അതായത് ഫ്ലോറികൾച്ചർ. എന്താ ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ? പുഷ്പകൃഷി, പൂക്കൾ കൃഷി ചെയ്യുന്നതിനാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? എപ്പികൾച്ചർ, തേനീച്ച വളർത്തുന്നതിനാണ് എന്ത് പറയുന്നത്? എപ്പികൾച്ചർ. ക്യൂണികൾച്ചർ, മുയൽ വളർത്തുന്നതിനാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. മഷ്റൂം കൾച്ചർ, കൂൺ കൃഷി. അതുപോലെ പൗൾട്രി ഫാമിങ്, കോഴിക്കൃഷി. പിസികൾച്ചർ, മത്സ്യകൃഷി. സെറികൾച്ചർ, പട്ടുനൂൽ പുഴുവിൻ്റെ വളർത്തൽ. അപ്പോൾ കുറച്ച് കാർഷിക സംരംഭങ്ങളാണ്, അതായത് അതർ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. ഒന്നും കൂടി വായിക്കാം. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ഫ്ലവേഴ്സ്. അപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ റെയറിങ് ഹണി ബി. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിങ് റാബിറ്റ്സ്. മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റിംഗ് മഷ്റൂം. പൊളുട്ടറി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ റെയറിങ് പൊളുട്ടറി. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറിങ് ഫിഷസ്. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറിങ് സിൽക്ക് വേം, പട്ടുനൂൽപ്പുഴു. ലൈഫ് സ്റ്റോക്ക് ഡ്രയറിങ് എന്ന് പറഞ്ഞാൽ റെയറിങ് കാറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത് പാഠഭാഗം നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.